ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മളുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നമ്മളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെ തടയാം. ഇങ്ങനെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് തടയുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ ലൊക്കേഷൻ അവർ ട്രാക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ താമസിക്കുന്നത് എവിടെയാണെന്നും അതേപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൽ ഡാറ്റ ശേഖരിക്കുന്നത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിലേക്ക് വരുന്ന അനാവശ്യ പരസ്യങ്ങൾ ഇതുമൂലം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ആപ്പ് പുതിയതായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ചില GPS ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്സ്, അതേപോലെ തന്നെ നമുക്കറിയാം സ്ട്രാവ, അതേപോലെ തന്നെ വെയ്ജ്, അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന വെതർ ആപ്ലിക്കേഷൻ എന്നിവയ്ക്കൊക്കെ മാത്രമേ നമ്മൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. അടുത്തതായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോയതിന് ശേഷം എങ്ങനെയാണ് ലൊക്കേഷൻ പെർമിഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്യുക എന്ന് നോക്കാം. അതുവഴി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ നേരത്തെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ഫോണിൽ അത് നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ലൊക്കേഷന് വേണ്ടി ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുവഴി നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും വഴി നമുക്കിത് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോകാം. അടുത്തതായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ പോയതിന് ശേഷം ജസ്റ്റ് ലൊക്കേഷൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ റീസെൻ്റ് ആക്സസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് സിയോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാണാം നമ്മളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത നമ്മൾ കുറച്ച് മുൻപേ ഉപയോഗിച്ച ആപ്പുകളാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആപ്പുകൾ വഴി നമ്മളുടെ ലൊക്കേഷൻ ഇവിടെ ട്രാക്ക് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം മാപ്സ് നമുക്ക് കുഴപ്പമില്ല. അതായത് ഗൂഗിൾ മാപ്സ് എപ്പോഴും ലൊക്കേഷൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ നമുക്കറിയാം ഗൂഗിൾ ക്രോം, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആപ്പുകളായ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയിലൊന്നും നമ്മൾ ഈ ലൊക്കേഷൻ പെർമിഷൻ ഒരിക്കലും കൊടുക്കരുത്. ഇതുവഴി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അവർ നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് പരസ്യം വളരെയധികം കടത്തിവിടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാനുമായിട്ട് സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോണിലേക്ക് പരസ്യം വരും. ഇത് നമുക്കിത് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഫോണിൻ്റെ ബാറ്ററിയുടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ബാക്കപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ യൂസ് ലൊക്കേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മൾ ഓരോ ആപ്പിലേക്കും പോയതിന് ശേഷം നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷൻ കൊടുത്ത, അതായത് ലൊക്കേഷൻ പെർമിഷൻ കൊടുത്ത എല്ലാ ആപ്പുകളിലേക്കും പോയിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് ഡിസേബിൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ കാണാം ആപ്പ് ലൊക്കേഷൻ പെർമിഷൻ എന്ന് കാണാം. ഇത് എല്ലാവരുടെയും ഫോണിൽ ഉണ്ടാവില്ല ഈ ഓപ്ഷൻ. ഇത് വിവോ ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഫോണിലായിരിക്കും കൂടുതലായിട്ട് കാണുക. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ലൊക്കേഷൻ പെർമിഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എലവ് ഓൾ ദ ടൈം. നമ്മളുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് എലവ് ഓൾ ദ ടൈം ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ഫോൺ ഉപയോഗിക്കുന്നത് ആ സമയത്ത് നമ്മളുടെ എപ്പോഴും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റാണ് ഇവിടെ വരെ കൊടുത്തിട്ടുള്ളത്. ഗൂഗിളുണ്ട്, അതേപോലെ തന്നെ മാപ്സ് ഉണ്ട്, വെതർ ഉണ്ട്, ഡിജിറ്റൽ വെൽബീയിങ് ഉണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിയതിന് ശേഷം ഏത് ആപ്പാണ് നമുക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഗൂഗിൾ മാപ്സ് എപ്പോഴും നമുക്ക് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ ആവശ്യമാണ്. അതേപോലെ തന്നെ വെതർ, അതേപോലെ തന്നെ ഗൂഗിൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇപ്പോൾ ഓൾ ദ ടൈം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡോൺ ഡയലോഗ് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഡിജിറ്റൽ വെൽബീയിങ് ഉണ്ട്, അതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡോൺ ഡയലോഗ് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം അലൗഡ് ഓൺലി വൈൽ ഇൻ യൂസ്. അപ്പോൾ നമ്മൾ ഇവരോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ, നേരത്തെ ആപ്പുകളാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവർ നമ്മളുടെ കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷനാണ്. ഇതിന് നമുക്ക് ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രമേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഇവിടെ ഡോൺ ഡയലോഗ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പോവുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെയധികം ആപ്ലിക്കേഷൻസ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ളതാണ് മുൻപ് അലൗഡ് ഓൺലി വൈൽ ഇൻ യൂസ്.
അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ലൊക്കേഷൻ അവർ ട്രാക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിലേക്ക് പരസ്യവും മറ്റുള്ള നമ്മളുടെ ഡാറ്റയും ഒക്കെ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കും ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നത് കൂടുതൽ സംശയമുള്ള ആപ്പുകൾ അതിലൊക്കെ നമ്മൾ പോയി ഡോണ്ട് അലോ കൊടുത്ത് ഡിസേബിൾ ചെയ്തിടാനായിട്ട് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ നമ്മളുടെ ഫോണിൽ ഇല്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്കിവിടെ കാണാം ആപ്പ് ലൊക്കേഷൻ പെർമിഷൻ, എല്ലാവരും ഫോണിൽ കാണില്ല. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ കാണാത്തവർക്കുള്ളതാണ്. വിവോ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെറ്റിങ്സിലേക്ക് പോയി നമ്മൾ ഓരോ ആപ്പും സെലക്ട് ചെയ്ത് ആ ലൊക്കേഷൻ പെർമിഷൻ ഡോണ്ട് അലോ കൊടുത്താൽ മതി. എന്നാൽ ചിലവരുടെ ഫോണിൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ സെറ്റിങ്സിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ കാണാം ആപ്സ് എന്ന് ജസ്റ്റ് സെറ്റിങ്സിൻ്റെ ആ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്താൽ നമുക്കിവിടെ ആപ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്കിവിടെ സി ഓൾ ആപ്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് ആപ്ലിക്കേഷനിലാണോ നമ്മൾ നേരത്തെ ലൊക്കേഷന് വേണ്ടിയിട്ട് ആക്സസ് കൊടുത്തത് അതൊക്കെ നമുക്കിവിടെ ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു ആപ്പ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പെർമിഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ലൊക്കേഷൻ ഡാറ്റ മേ ബി ഷെയർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് ആപ്പ് സ്റ്റേറ്റഡ് ഇറ്റ് മേ ഷെയർ യുവർ ലൊക്കേഷൻ ഡാറ്റ വിത്ത് തേർഡ് പാർട്ടീസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റായില്ലേ? അപ്പോൾ നമ്മളുടെ ഇവർ ഷെയർ ചെയ്യുന്നത് വഴി നമ്മളുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലേക്ക്, അതായത് വെബ്സൈറ്റിലേക്കും മറ്റും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇവർ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഡോണ്ട് അലോ കൊടുക്കുക. അങ്ങനെ അതിനുശേഷം നമുക്ക് ഏത് ആപ്ലിക്കേഷനിലാണോ ഇതേപോലെ സംശയം, അതേപോലെ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെടുന്നത്, അതേപോലെ തന്നെ പരസ്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ആപ്പ്, അതിലൊക്കെ നമ്മൾ പോയിട്ട് ഇത് ഡിസേബിൾ ചെയ്ത് തരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.